ആക്രമിക്കരുത്. തെറ്റായ കാര്യമാണ്. മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവരെ ചെയ്തത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്തും അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാർക്കും വൈദികർക്കും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, പുറത്ത് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്തും ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് ആദിവാസി മേഖലകളിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സ്റ്റാൻ സ്വാമിയെ വന്ധ്യവയോധികനായ ഒരാളെ ജയിലിൽ പാർക്കിൻസൺ ഡിസീസ് കൊണ്ട് 2 കൈയും കൂട്ടിപ്പിടിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്യാത്തൊരു വന്ധ്യവയോധികനെ ക്രിമിനലാണ് എന്ന് പറഞ്ഞ് ചങ്ങലക്കിട്ട് ജയിലിലിട്ട് കൊന്ന ഭരണകൂടമാണ്. ചങ്ങലക്കിട്ട് ഭരണകൂടം. ഒരു സ്ട്രോ പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല. വെള്ളം കുടിക്കാൻ, വെള്ളം കൈ ചേർത്ത് പിടിച്ച് പാർക്കിൻസൺ ഡിസീസ് ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു വന്ധ്യവയോധികനെ ജയിലിൽ ചങ്ങലക്കിട്ട് കൊന്ന ഭരണകൂടമാണ്. അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. ഇത് രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ സംരക്ഷണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നത്. ലംഘനമാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും. അതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും. ഇപ്പോൾ ജാമ്യമാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ റോജി എം ജോൺ MLA-യും ശ്രീ സജീവ് ജോസഫ് MLA. ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരവിടെ ക്യാമ്പ് ചെയ്ത്, പ്രത്യേകിച്ച് റോജി അവിടെ ക്യാമ്പ് ചെയ്തവർക്ക് ജാമ്യം കിട്ടണവരെ അതിന് വേണ്ടിയിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി FIR ക്വാഷ് ചെയ്ത് ഈ നിയമപരമായി കോടതിയിൽ പോയി FIR ക്വാഷ് ചെയ്യുന്നത് വരെയുള്ള നിയമ പോരാട്ടത്തിന് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകും. അതാണ് FIR ക്വാഷ് ചെയ്യണം. കോൺഗ്രസിന്റെ കാലത്താണ് ഇത്തരത്തിൽ നിയമം കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാര്യം, രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കോൺഗ്രസ് കപട രാഷ്ട്രീയമാണ് ഇപ്പോൾ കളിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അരമനകൾ തോറും രാജീവ് ചന്ദ്രശേഖർ കയറി ഇറങ്ങുന്നു. അല്ല, അത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. 2023 ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം 2023 ക്രിസ്മസ് കാലത്ത് പറഞ്ഞ അത് യാഥാർത്ഥ്യമായി. 2025 അത് യാഥാർത്ഥ്യമായി. ജൂലൈ മാസത്തിൽ അത് യാഥാർത്ഥ്യമായി. 2023 പറഞ്ഞ അതേ വാചകം ഇന്നിപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം ആ വാചകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കേക്കുമായിട്ട് പോയത് ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നു രാജ്യത്തുടനീളം നടന്നത്. അത് പ്രതിരോധത്തിലാവുമ്പോൾ ആർക്കെതിരെ എന്തെല്ലാം ആക്ഷേപം ഉന്നയിക്കാം. ഈ നിയമമൊന്നും കൊണ്ടൊന്നും ഞങ്ങളുടെ കാലത്തൊന്നുമല്ല ഈ നിയമം. ഇത്തരം ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാക്കായിരുന്നു ഈ മതപരിവർത്തന നിയമം എന്നുള്ളത് റദ്ദാക്കുമെന്ന്. ഭരണം കിട്ടി 3-ാമത്തെ ആഴ്ച തീരുമാനമെടുത്തു കർണാടക ഗവൺമെൻറ്. ഞാനാണ് അന്ന് ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭയുടെ ഒരു ആവശ്യം ഈ നിയമം മാറ്റണമെന്ന് പറഞ്ഞു. അന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി കർണാടകയിലെ ലീഡർഷിപ്പ് നൽകിയ ഉറപ്പ് അവരെ അറിയിച്ചത് ഞാനാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ ആ നിയമം കർണാടകത്തിൽ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന